സമൂഹത്തില് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എലിമെന്റാണ് മതം. പേപ്പട്ടി മതം എന്നാണ് ഞാനിതിനെ പറയുക. പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ, നിങ്ങളുടെയൊക്കെ ഈ യുക്തിവാദം കൊണ്ട് ഈ അണ്ടകടാഹങ്ങൾക്ക് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കടക്കം എന്ത് നന്മയാണുള്ളത്? കാരണം നിങ്ങൾക്ക് ഒരു പരലോക വിശ്വാസം ഇല്ലല്ലോ. കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ഇവിടെ നിന്നുള്ള ബെനിഫിറ്റ് ആണല്ലോ നിങ്ങൾ നോക്കുക. പക്ഷേ മതവിശ്വാസിയായ ഹൈന്ദവനാകട്ടെ, ക്രിസ്തീയ സഹോദരങ്ങളാകട്ടെ, ഇസ്ലാം മതവിശ്വാസികളാകട്ടെ, അവരൊക്കെ ഇനിയൊരു പരലോകത്ത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടും എന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. തീർച്ചയായും നിങ്ങൾക്കുള്ള ഈ മറുപടി ഈ ആൺകുട്ടി പറഞ്ഞു തരും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ആണ് ഈ മതം എന്ന് പറയുന്നത്. ഞാൻ അതിന് വിളിക്കാറ് പേപ്പട്ടി മതം എന്നാണ്. ഓക്കെ, കാലങ്ങളായി മതം പ്രശ്നമാണെന്നും മതം കൊണ്ട് സമൂഹത്തിന് യാതൊരു ഗുണവുമില്ലെന്നും പറയുന്ന യുക്തിവാദികളോടാണ് തർക്കിക്കാനല്ല, ചില ഫാക്ട് പറയാം. കേരളത്തിന്റെ ഇക്കണോമിയിലേക്ക് ഈ റമദാൻ സീസണിൽ മാത്രം വിദേശത്ത് നിന്ന് എക്സ്ട്രാ ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് കോടി രൂപയാണ്. RBI ഡാറ്റ പരിശോധിച്ചാൽ ഇത് ആർക്കും ബോധ്യപ്പെടും. ഫിത്ർ സക്കാത്ത് നൽകുന്നതിലൂടെ മാത്രം ഏകദേശം 380 കോടിയുടെ അരിയാണ് പാവപ്പെട്ടവന്റെ അടുക്കളകളിലേക്ക് എത്തിയത്. ഇതിനുവേണ്ട അരി പല മതസ്ഥരുടെ കടകളിൽ നിന്നും വാങ്ങിയതാണ്. റമദാനിലെ ഫുഡ് മറ്റു പർച്ചേസ് മുഖേന സാധാരണക്കാർക്ക് ഉപജീവനം നേടാനായിട്ടുണ്ട്. സക്കാത്തും മറ്റു ചാരിറ്റികളും വഴി വിതരണം ചെയ്യപ്പെട്ട കോടികൾ വേറെയുമുണ്ട്. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ബേസിൽ ചിന്തിച്ചാല് മറ്റൊരാൾക്ക് വെറുതെ നൽകുക എന്ന് പറയുന്നത് അത് ലോസ് ആണ്. കാരണം അയാൾക്ക് അതിൽ ഒരു ബെനിഫിറ്റും ഇല്ല എന്നതാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവപ്രീതി കിട്ടുമെന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിന് കൂടുതൽ കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് 5 രൂപ പോലും സമൂഹത്തിന് നൽകാത്തവരാണ് കോടികൾ നൽകുന്ന വിശ്വാസികളോട് നിങ്ങളെ കൊണ്ട് എന്ത് ഗുണമെന്ന് ചോദിക്കുന്നത്. ആ മാനസികാവസ്ഥയോട് സഹതാപം മാത്രം. തിരിച്ച് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, റമദാനിൽ മാത്രം മുസ്ലിമീങ്ങൾ കൊടുത്തതിന്റെ 2% സമൂഹത്തിന് കൊടുത്തു കാണിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. എങ്കിൽ ആ യുക്തിയുമായി നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ. ഞങ്ങൾക്ക് പലരുടെയും പട്ടിണി മാറ്റാനുണ്ട്. കാരണം മതം പഠിപ്പിച്ചത് അതാണ്.